ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ക്രോഷ്യ കൊണ്ടുള്ള പഫ് ഫ്ലവർ ആണ്. സോ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പഫ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് 2 ടൈപ്സ് യാൺ വേണം. ഒരു റോസ് കളർ യാണും വേണം, പിന്നെ ഒരു ബ്ലാക്ക് കളർ യാണും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സൈസ് 6 ക്രോഷ്യ ഹുക്ക് വേണം. സൈസ് 6 എന്ന് പറയുമ്പോൾ 3.5 mm ആണ്. പിന്നെ ഒരു നീഡിൽ വേണം, ഒരു സിസേഴ്സും വേണം. നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ബേസിക് നോട്ട്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ യാൺ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഈ ക്രോഷ്യ ഹുക്ക് അതിൻ്റെ അടിയിലൂടെ അകത്തേക്ക് കയറ്റിയിട്ട് ഈ ത്രെഡിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിൽ പിടിച്ച് ആ ക്രോഷ്യ ഹുക്ക് വെച്ച് നമ്മൾ അകത്തേക്ക് കയറ്റുകയാണ്. എന്നിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും ടൈറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 5 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ യാൺ ഈ സ്ലിപ്പ് നോട്ടിൽ കൂടെ അകത്തേക്ക് വലിക്കുകയാണ്. സോ ഇത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച്, സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച്, തേർഡ് ചെയിൻ സ്റ്റിച്ച്, ഫോർത്ത് ചെയിൻ സ്റ്റിച്ച് ആൻഡ് ഫിഫ്ത്ത് വൺ. സോ ഞാനിത് കാണിക്കാം. 1 2 3 4 and 5. ഇനി നമുക്ക് ഫിഫ്ത്ത് ചെയിനും ഫസ്റ്റ് ചെയിനും കൂടെ ജോയിൻ ചെയ്യണം, ഒരു സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഈ ഫസ്റ്റ് ചെയിനിലേക്ക് ഈ ഫിഫ്ത്ത് ചെയിനിൽ നിന്ന് നമുക്ക് ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. സോ നമ്മൾ ക്രോഷ്യ ഹുക്ക് ഫസ്റ്റ് ചെയിനിലേക്ക് കയറ്റിയിട്ട് ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് അകത്തേക്ക് വലിച്ചെടുത്താൽ ഈ ഫസ്റ്റ് ചെയിനും ഫിഫ്ത്ത് ചെയിനും കൂടെ ജോയിനായി. നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഈ സെൻറ്റർ ഹോൾ കണ്ടോ, ആ വലിയ ഹോളല്ല, ഈ സെൻറ്ററിലുള്ള ചെറിയ ഹോളിലൂടെ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോഷ്യ ഹുക്ക് ആദ്യം ഈ സെൻറ്റർ ഹോളിലേക്ക് ഒന്ന് കയറ്റിയിട്ട് ആ പുറത്തേക്ക് കിടക്കുന്ന ആ യാൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി അകത്തേക്ക് എടുക്കണം. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു നോട്ട് ഇതിൽ ഹുക്കിലുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു നോട്ട് കൂടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ആ പുറത്തേക്ക് കിടക്കുന്ന ആ യാൺ ഒന്നുകൂടെ ഈ 2 നോട്ടിലൂടെ അകത്തേക്ക് പിടിച്ചൊന്ന് വലിച്ചാൽ അത് സിംഗിൾ ക്രോഷ്യ ആയി. ഇതുപോലെ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യേഴ്സ് ഈ സെൻറ്റർ ഹോളിലൂടെ എടുക്കണം. നമ്മൾ എത്ര പെറ്റൽസാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും സിംഗിൾ ക്രോഷ്യ. ഞാനിവിടെ 5 പെറ്റൽസ് ഉള്ള ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. സോ 5 സിംഗിൾ ക്രോഷ്യേഴ്സ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലേക്ക് ജോയിൻ ചെയ്യണം. അതായത് ഇങ്ങോട്ട് ഈ ഹോളിലേക്ക് ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ ജോയിൻ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഹുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ ആ ഹോളിലേക്ക് ഒന്ന് കയറ്റിയിട്ട് ആ പുറത്തേക്ക് കിടക്കുന്ന ആ യാൺ നമ്മൾ ഒന്ന് പിടിച്ച് അകത്തേക്ക് കയറ്റി വലിക്കും. സോ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയും ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യയും ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. സോ ഇതാണ് ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ. ഇനി ഇവിടുന്ന് ഒരു 3 ചെയിൻ സ്റ്റിച്ച് നമ്മൾ മുകളിലേക്ക് എടുക്കണം. ആ സെയിം യാണേ തന്നെ ഒരു 3 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. ഇനി നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിംഗിൾ ക്രോഷ്യ എടുത്തിരിക്കുന്ന ഓരോ ഹോളിലൂടെയും 5 ഡബിൾ ക്രോഷ്യ എടുക്കണം. സോ നമുക്ക് ഡബിൾ ക്രോഷ്യ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യാൺ ആദ്യം ഈ ഹുക്കിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ഹുക്ക് സിംഗിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് ഹോളിലേക്ക് കയറ്റി ഒന്ന് ആ ത്രെഡ് അകത്തേക്ക് വലിക്കുക.
പുറത്തേക്ക് കിടക്കുന്ന ത്രെഡ് അകത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്സ് കാണാം. ഇതാണ് ഡബിൾ ക്രോഷേ. ഇതുപോലെ ഈ ഫസ്റ്റ് ഹോളിൽ തന്നെ 5 പ്രാവശ്യം നമ്മൾ ഡബിൾ ക്രോഷേ എടുക്കണം. അപ്പോൾ ഒരു പെറ്റലാകും. നമ്മൾ പെറ്റൽസ് ചെയ്യുമ്പം ത്രെഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നാലേ പെറ്റൽസ് കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തുള്ളൂ. നമ്മൾ 5th ഡബിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പം ഒരു പെറ്റൽ കംപ്ലീറ്റ് ആകും. സോ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പുറത്തേക്ക് കിടക്കുന്ന യാണ് ഈ ലൂപ്സിലൂടെ എല്ലാം അകത്തേക്ക് വലിക്കണം. ഈ ലൂപ്സിലൂടെ അകത്തേക്ക് വലിച്ച് അപ്പുറത്തെ സൈഡിൽ പുറത്തേക്ക് കൊണ്ടുവരണം. ആ യാൺ പുറത്തേക്ക് ലൂപ്സിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ആ ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിട്ട് ആ ലൂപ്പും പുറത്തേക്ക് കിടക്കുന്ന യാണും കൂടെ ഒരുമിച്ച് ടൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ യാൺ ഈ ലൂപ്പിനകത്തോടെ അകത്തേക്ക് കയറ്റി ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ആ ഫ്ലവറിൻ്റെ പെറ്റൽ നല്ല പഫി ആയിട്ട് കിട്ടും. ഒരുപാട് മുറുക്കെ ടൈറ്റ് ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അവിടുന്ന് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. ആ യാണയിലോട്ട് പുറത്തേക്ക് കിടക്കുന്ന യാണയിലേക്ക് ഒരു 2 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് ഇനി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് അടുത്ത ക്രോഷേ ഹോളിലേക്ക് കയറ്റിയിട്ട് അവിടുന്ന് ഒരു സിംഗിൾ ക്രോഷേ എടുക്കണം. സിംഗിൾ ക്രോഷേ എടുത്തതിന് ശേഷം ആ യാണയിലേക്ക് നമ്മൾ ഒരു 2 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അത് കഴിഞ്ഞ് സെയിം പ്രോസസ്സ് നമ്മൾ ലാസ്റ്റ് പെറ്റൽ ഉണ്ടാക്കുന്നതിനോട്ടിട്ട് സെയിം പ്രോസസ്സ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ പെറ്റൽസ് എല്ലാം ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫിനിഷിങ്ങാണ് കാണിക്കുന്നത്. പെറ്റൽസിൽ അവസാനം ചെയ്യുന്നത് പോലെ ആ ലൂപ്സിനകത്തൂടെ ആ യാണകത്തേക്ക് കയറ്റി മറ്റേ പുറത്തേക്ക് കിടക്കുന്ന ലൂപ്പുമായിട്ട് ജോയിൻ ചെയ്തു. അവിടുന്ന് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു 3 ചെയിൻ സ്റ്റിച്ച് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ യാൺ കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്യണം. അതിന് ശേഷം ആ പുറത്തേക്ക് കട്ട് ചെയ്ത് ആ പുറത്തേക്ക് കിടക്കുന്ന ത്രെഡിനെ ഈ ലൂപ്പിലൂടെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ 2 ത്രെഡ് അവിടെ കിടക്കുന്നില്ല, ആ 2നെ ജസ്റ്റ് സാധാരണ രീതിയിലൊന്ന് കൂട്ടി കെട്ടുക. സോ നൂലുകൾ രണ്ടും അയഞ്ഞു പോകാണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ടൈ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. സോ ഇതാണ് പഫ് ഫ്ലവർ. ഇനി പഫ് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ബ്ലാക്ക് നൂല് വെച്ച് ജസ്റ്റ് ഒന്ന് തയ്ച്ച് വിടുന്നുണ്ട്, കുറച്ചുകൂടെ ഫ്ലവറിന്ന് ഭംഗിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അത് സാധാരണ തയ്യൽ തയ്ച്ചാൽ മതി. വേറൊരു യാൺ വെച്ച് ബ്ലാക്ക് യാൺ വെച്ച് സാധാരണ തയ്യലാണ് നമ്മളിവിടെ തയ്ക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നീഡിലെടുത്തിരിക്കുന്നത്. സോ നീഡിലേക്ക് ബ്ലാക്ക് യാൺ കോർത്തിട്ട് സാധാരണ സ്റ്റിച്ചിങ് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ ചെയ്യണം. ഇനി നമുക്ക് ആ ബ്ലാക്ക് യാൺ രണ്ടും കൂടെ ഒന്ന് ടൈ ചെയ്ത് വെക്കാം. അത് ആ കെട്ടൊന്ന് അയഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ 2 ബ്ലാക്ക് യാണും കൂടെ ചേർത്ത് ടൈ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് എക്സ്ട്രാ നൂല് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം.